ലക്ഷദ്വീപിന്റെ സ്പന്ദനങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ നവമാധ്യമം ഒരുങ്ങി. ബേളാരം എന്ന പേരിലുള്ള പുതിയ ന്യൂസ് പോർട്ടലിലൂടെയാണ് ലക്ഷദ്വീപിലെ വാർത്തകൾ പങ്കുവയ്ക്കുക. ലക്ഷദ്വീപിലെ ആളുകളുമായുള്ള ആശയവിനിമയത്തിലുപരി പുതിയൊരു പ്രസ്ഥാനമാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. ബേളാരം പേരിലൊരു കൗതുകമുണ്ട്. പഴയകാലത്ത് ദ്വീപ് ജനത കടല് കടന്നെത്തുന്ന കിസ്സകളൊക്കെയും അറിയാൻ ഏതെങ്കിലും ഒരിടത്ത് ഒത്തുകൂടുമായിരുന്നു. പ്രധാനമായും വിവിധ ബോട്ട് ജെട്ടികളാകും ഇതിനായുള്ള ഇടങ്ങൾ. ഈ ഇടങ്ങളാണ് ലക്ഷദ്വീപിലെ ബേളാരങ്ങൾ. ആ പേര് കടമെടുത്ത് ഇന്നിപ്പോൾ ദ്വീപ് ജനതയ്ക്ക് തങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ കൃത്യതയോടെ എത്തിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ട്രഡീഷണൽ പേര് നിലനിൽക്കുന്ന ആന്ധ്രോദ്വീപിലാണ്. ആന്ധ്രോദ്വീപിലെ ജെട്ടി പരിസരത്തിന്റെ പേരാണ് ഈ ബേളാരം. അതിനാണ് നമ്മൾ ഈ പോർട്ടലിന് പേരിട്ടിരിക്കുന്നത് ബേളാരം. നമ്മുടെ ഒരു ഐഡന്റിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു അസേർട്ട് ചെയ്യുക എന്നുള്ളതും ഒക്കെയാണ് നമ്മുടെ ഉദ്ദേശം. ബേളാരം നവമാധ്യമം മാത്രമല്ല, ഇതൊരു പ്രസ്ഥാനമാണെന്ന് ഇവർ പറയുന്നു. അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിപ്പിച്ച് തങ്ങളുടെ നാട്ടിലും നിയമസഭാ സംവിധാനം കൊണ്ടുവരണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പൂർണ്ണമായും ജനാധിപത്യത്തിലൂന്നിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ നിയമസഭയിൽ ദ്വീപിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളെത്തി പുതിയ ചുവടുവയ്പ്പാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപുകാർക്ക് ഒരു വ്യക്തി തന്നെ ലക്ഷദ്വീപ് ഭരിക്കുന്നതിനോട് യാതൊരു താല്പര്യമില്ല. അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കാനും പാടില്ല എന്നാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കാലത്ത് യൂണിയൻ ടെറിട്ടറി എന്നുള്ള കൺസെപ്റ്റ് വന്നു. ഗോവക്കും പോണ്ടിച്ചേരിക്കൊക്കെ നിയമസഭ കിട്ടി. പക്ഷേ ലക്ഷദ്വീപിനും ദമൻ ദ്വീപിനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ബേളാരം ഒരു പോർട്ടലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഒരു മാധ്യമം എന്നതിനേക്കാൾ ഉപരി ഒരു മൂവ്മെൻ്റാണ്. ലക്ഷദ്വീപുകാർ ഭരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ലക്ഷദ്വീപുകാർ ഭരിക്കുന്ന ഒരു നിയമസഭ വരുന്നതുവരെ ഞങ്ങൾ ഇത് തുടരും. മീഡിയ 1 കൊച്ചി.